ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മളിവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് നമ്മുടെ 10ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. നോമ്പിൻ്റെ ഒന്നും അധികം എടുത്തിട്ടില്ല, നമ്മുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈസിക്കുട്ടി ഇന്ന് നേരത്തെ കൂടെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫൈസിക്കുട്ടിക്ക് ഇന്ന് 10 മണിക്കാണ് വരിക. ചില ദിവസങ്ങളൊക്കെ 9 മണിക്കാണ് ബസ് വരിക കേട്ടോ. അപ്പോൾ ഇന്ന് 10 മണിക്കാണ്. അപ്പോൾ എന്തായാലും ആൾ ഒരു 7 മണിക്കാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് രാത്രി നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി നമ്മൾ ഇന്നലെ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ വെച്ച് ഇപ്പം തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് മറന്നു പോവും. അപ്പം വേഗം തന്നെ ഒന്ന് അരച്ച് നമ്മുടെ സോഡാപ്പൊടിയൊക്കെ കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറ് ഫ്രിഡ്ജിൽ. അപ്പോൾ അതും ഇട്ടിട്ട് അരച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വെക്കാൻ കുറച്ച് ടൈം ആവുമല്ലോ. ഇപ്പോൾ ചോറൊന്നും കൊണ്ടുപോകണ്ട ഫൈസിക്കുട്ടിക്ക്, അപ്പോൾ അതുകൊണ്ട് ചോറ് രാവിലെ വെക്കാറില്ല. അങ്ങനെ നമ്മൾ മാവ് അരച്ചിട്ട് അടുപ്പിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് അടുപ്പ് തീ കത്തിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞേ കത്തിക്കൊള്ളൂ. അങ്ങനെ അതെന്തായാലും സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മൂലയ്ക്ക് ഇരിക്കുന്ന ഒരു ചക്കല്ലേ, അതിൻ്റെ ഒരു കഥ ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ഫൈസിക്കുട്ടിക്കും ഫാദുക്കുട്ടിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റവ ഉപ്മാവാണ് കേട്ടോ. ഞാൻ കലക്കി ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇന്നലത്തെ ചട്നിയൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പക്ഷേ ആൾ പറഞ്ഞു ഉപ്മാവ് മതിയെന്ന്. അല്ലെങ്കിൽ ഉപ്മാവ് വേണ്ടാത്ത ആളാണ്. അല്ലെങ്കിൽ ഞാൻ ചില ദിവസം നേരം വൈകി എഴുന്നേക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉപ്മാവ് ഉണ്ടാക്കട്ടെ ചോദിച്ചാൽ പറയും എനിക്ക് ഉപ്മാവ് വേണ്ടാന്ന് പറയും. അപ്പോൾ ഇന്ന് ഉപ്മാവ് മതി പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്, വേറെ നല്ലത് ഈ മിച്ചറാണ് കേട്ടോ. മിച്ചർ ഉപ്മാവ് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തലേദിവസത്തെ മോരുകറി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഫാദുക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവൾക്കും കുറച്ച് കൊടുത്തു. അങ്ങനെ കഴിക്കാൻ പറഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ടേബിളിൽ കാണാനില്ല. നോക്കുമ്പോൾ രണ്ടുപേരും സിറ്റ് ഔട്ടിൻ്റെ ഒരു മൂലൊക്കെ പോയിരുന്ന് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് ഇപ്പം അടിച്ചു വരുന്നില്ല വിചാരിച്ചു. പിന്നെ ഞാൻ ഉള്ളും കാര്യങ്ങളൊക്കെ വേഗം അടിച്ചു വരുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഇപ്പോൾ ഈ അടിച്ചു വരെ തുടച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അടിച്ചു വരാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ രാവിലെ അടിച്ചു വരെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പകുതി മുക്കാൽ പണി കഴിഞ്ഞു. പിന്നെ ചോറും കറി കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയല്ലോ. ഫൈസിക്കുട്ടി ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് സ്കൂൾ വിട്ട് വരിക. അപ്പോഴത്തേക്കാണ് ഞാൻ ചോറ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ മതിയല്ലോ. പഠിച്ചു വരെ തുടച്ചിൽ കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാണ്. പിന്നെ നമ്മുടെ ഫാദുക്കുട്ടിനെ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന ശേഷമാണ് തിരുമ്പിയത് കേട്ടോ. അങ്ങനെ തിരുമ്പിതാ വേഗം തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. തിരുമ്പി ഫാദുക്കുട്ടിനെ കൊണ്ടാക്കുന്നതിന് മുന്നേ തിരുമ്പണം എന്ന് വിചാരിച്ച്, പക്ഷേ നടന്നില്ല കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും സമയം പോയി. പിന്നെ നല്ലൊരു 10:30 ആയപ്പോഴത്തേക്കും ആളെ ഞാൻ കൊണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചധികം തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വെയിലിങ്ങനെ വരട്ടെ എന്നിങ്ങനെ ചോദിച്ചത് അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം തിരുമ്പി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഇത്രയും ദിവസം നോമ്പ് നോറ്റിട്ടില്ല, ഈ 10ാമത്തെ ഈ ഒരു ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു. സാധാരണ എത്ര ടയേർഡാണെന്നുണ്ടെങ്കിൽ ഞാൻ പകൽ ഉറങ്ങാറില്ല. പക്ഷേ ഇന്ന് ഞാനൊരു 4:30 ആയപ്പോഴത്തേക്കും കിടന്നിട്ട് ഞാൻ നീക്കുന്നത് 5:45 കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്താണ് നടന്നതെന്നുള്ളത് സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തുടയ്ക്കാൻ എനിക്ക് മടിയായി, ഞാൻ തുടച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഫൈസിക്കുട്ടി സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും ചോറ് വേണമല്ലോ. പിന്നെ നമുക്ക് പെലച്ചക്ക് കഴിക്കാനും പിന്നെ രാത്രി ഞാൻ ചിലപ്പോൾ ചോറ് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു ടൈമിൽ വെക്കലുണ്ട്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചോറും കൂടി വെക്കൽ നടക്കില്ല. അപ്പോൾ ഇപ്പോൾ ചോറും കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി പിന്നെ ആ ഒരു വലിയൊരു പണിയില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, തീയും കാര്യങ്ങളൊക്കെ കത്തിച്ച് പിന്നെ ഈ ചക്കൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അട്ടപ്പാടിയിൽ പോയിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച, എന്നിട്ട് ഞായറാഴ്ചയാണ് വന്നത്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ മലയിൽ അട്ടപ്പാടി നമ്മുടെ പറമ്പിൽ പോയിട്ട് ചക്ക ഇട്ട് വന്നു കേട്ടോ. പക്ഷേ ചക്ക മൂക്കാത്ത ചക്കയായിരുന്നു. മൂത്ത ചക്കയാണ് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് പകുതി മുക്കാൽ ഭാഗം നമ്മൾ ഏറ്റി കൊണ്ടുവന്നു. കുറച്ച് ഭാഗം പിന്നെ അപ്പോഴത്തേക്ക് സ്കൂട്ടി കൊണ്ട് വന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. എൻ്റെ പൊന്നോ, വീട്ടിൽ വന്നിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. വീട്ടിൽ വന്നിട്ടല്ല, നമ്മൾ മേലെ കട്ട് ചെയ്തു. പക്ഷേ അപ്പോൾ വിചാരിച്ചു വറുക്കാനൊക്കെ പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വേഗം കൊണ്ടുവന്ന്, പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്നൊരു ചാക്കിലാണ് കൊണ്ടുവന്നത്. അതങ്ങനെ വെച്ച് ഞായറാഴ്ച വൈകുന്നേരത്ത് നമ്മളെത്തി. തിങ്കളാഴ്ച രാവിലെയാണ് ചാക്കിന്ന് പുറത്തെടുക്കുന്നത്. അപ്പോൾ തന്നെ പുറത്തെടുത്ത് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് വറുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കണ സമയത്ത് അത് വിളുന്നനെ കഴിക്കണത് നമ്മളെ കൂവച്ചക്കാണ് കേട്ടോ. പഴഞ്ചക്ക എന്നൊക്കെ പറയും. നമ്മുടെ വരിക്കച്ചക്ക അല്ലാത്ത മറ്റേ ചക്ക, അതായത് ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ ചുളയൊന്നും കിട്ടാത്തൊരു ചക്ക ഉണ്ടല്ലോ, അതാണ്. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം കുറേ നേരം മല്ലിക്കെട്ടും വേണം, പിന്നെ മടിയായി. പിന്നെ എന്തായാലും അത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ഇന്ന് കയ്പ്പൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ വ്യാഴാഴ്ച പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച പോയില്ല. അപ്പോൾ 2-3 ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ അതേപോലെ വെച്ചിട്ട് നമ്മളെ കുമ്പളങ്ങയൊക്കെ കേടാവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങ ഇന്നലെ വെച്ച്. അപ്പോൾ ഇന്ന് കയ്പ്പൊക്കെ 2-3 ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കേടായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നും കൂടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളത്തേക്കിന് ഒന്നിനും പറ്റില്ല.
അപ്പോൾ കറി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാത്രിക്കും പെലച്ചക്കും ഒക്കെ എടുക്കാം. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ളത് കയ്പ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അതിലേക്ക് സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇതേപോലെ ഒന്ന് പീസാക്കിയിട്ടിട്ട് അതും കൂടി ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് നമുക്ക് തേങ്ങ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ചിരട്ടി കാര്യങ്ങളൊക്കെ ഞാൻ കയ്യോടെ അടുപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീ എന്തായാലും നല്ലതായിട്ട് കത്തുകയും ചെയ്യുമല്ലോ. അപ്പോൾ നന്നായിട്ട് തീ കത്തി ഇങ്ങനെ പിടിച്ച് വരണുള്ളൂ. അപ്പോൾ ഞാൻ ചിരട്ടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മുരിപ്പിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അങ്ങനെ ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഈ തേങ്ങ വറുത്തരക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യമായിട്ട് എനിക്കതൊക്കെ ഇപ്പോഴാണ് കേട്ടോ അറിയണത്. കാരണം ഞാനൊക്കെ പണ്ട് എപ്പോഴും തേങ്ങ ഇങ്ങനെ വറുക്കാതെ മെല്ലെ ഇവിടെ തട്ടിക്കൂട്ടി ഇറക്കുന്നുണ്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാവക്കറിയൊക്കെ വെച്ച് ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാദുക്കുട്ടീനെയൊക്കെ പോയി കൊണ്ടുവന്ന് ശേഷം നോമ്പ് ഇറക്കുന്ന ടൈമാണ്. കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. കുറേ സ്ഥലത്തൊക്കെ പെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അട്ടപ്പാടിയിലും കള്ളമലയൊക്കെ പെയ്തിട്ടുണ്ട്. നമ്മളവിടെ ഇങ്ങനെ നന്നായിട്ടൊന്നും പെയ്തില്ല, ചെറുതായിട്ട് പെയ്തു. എന്നാലും ചൂടിനൊക്കെ ചെറുതായിട്ടൊരു കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ നോമ്പ് ഇറക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എണ്ണക്കടിയൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ നല്ല ഫ്രൂട്ട്സും ലൈമുമാണ് കേട്ടുള്ളത്. നമ്മളെ തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കി. പിന്നെ ഈത്തപ്പഴം, മുന്തിരി, ഓറഞ്ച്, തണ്ണിമത്തൻ, പഴം ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നോമ്പ് തുറ നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, നല്ലതായിട്ട് പോകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള നോമ്പെല്ലാം 20 നോമ്പ് എടുക്കാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു നോമ്പ് തുറ വീഡിയോ ആയിട്ടും ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടൊക്കെ ഇൻഷാല്ലാ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ടാറ്റാ.